ചരിത്രപ്രസിദ്ധമായ മണർകാട് ദേവീക്ഷേത്രത്തിൽ ഏപ്രിൽ 23 ബുധനാഴ്ച 10-ാം ഉദയത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകളുടെ കുറച്ച് ദൃശ്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ വീഡിയോയിലുള്ളത്. അന്ന് രാവിലെ തന്നെ കലങ്കരിക്കൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കണ്ണിന് ഭയങ്കര ദൃശ്യവിസ്മയം നൽകുന്ന ഒരുപാട് കാഴ്ചകളാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല 9 വർഷത്തിന് ശേഷം 11 ഗരുഡന്മാർ മറ്റ് ഒരു ക്ഷേത്രത്തിലും കാണാത്ത ഒരു വിശേഷമാണത്. 11 ഗരുഡന്മാർ അണിനിരക്കുന്ന തൂക്കം ഉണ്ടായിരുന്നു. അത് 9 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ ചെറിയ മഴയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും രാവിലെ മുതൽ നല്ല തിരക്കം അമ്പലത്തിൽ എല്ലാ ഭക്തജനങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാനായിട്ടൊക്കെ ആണെങ്കിലും ഇത് വൈകുന്നേരം നടന്ന ചടങ്ങുകളാണ് കേട്ടോ. കാണാനായിട്ട് ഒരുപാട് ഭംഗിയുള്ള ദൃശ്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് മനസ്സിന് ഒരുപാട് ഭക്തിസാഗരമായ ഒരു അന്തരീക്ഷം കൂടിയല്ലേ. അപ്പോൾ ഒരുപാട് ആളുകൾ തെങ്ങി നിറഞ്ഞു നിൽക്കാറുണ്ട്. മഴയായിരുന്നിട്ട് കൂടി തിരക്കിന് യാതൊരുവിധ കുറവും ഉണ്ടായിരുന്നില്ല. മഞ്ഞൾക്കുടവും കുമ്പകുടവും പിന്നെ എന്തൊക്കെയോ ആവിഷ്കാരങ്ങളുണ്ടായിരുന്നു. അതിന് എനിക്ക് പേര് പോലും പറയാനായിരുന്നില്ല. അപ്പോൾ നമുക്ക് കണ്ടു. മണർകാട് തന്നെയാണ് താമസിക്കുന്നതെങ്കിൽ പോലും പലർക്കും ഇത് കാണാൻ പോലും അവസരം ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ. അങ്ങനെയുള്ള ആളുകൾക്ക് വീഡിയോയിലൂടെ ദൃശ്യങ്ങളൊക്കെ കാണാനൊക്കെ സാധിക്കുന്നു. ഒരുപാട് വീഡിയോസും ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പലരും എടുത്ത വീഡിയോകളൊക്കെ ഒരുപാട് പുതിയ ഇതൊക്കെ എന്താണെന്ന് പോലും അറിയില്ല. പക്ഷെ കാണാൻ എന്ത് ഭംഗിയല്ലേ. എത്ര ആളുകളുടെ അധ്വാനമായിരിക്കും ഇതിൻ്റെ പിന്നിലുണ്ടാവുക. അവരുടെ ക്ഷമയും സഹനവും ഒക്കെ ഈ ഒരു ദൃശ്യവിസ്മയത്തിന് പിന്നിലുണ്ടാവും. കാണാൻ എന്ത് ഭംഗിയാണത്. കുറേ ലെങ്തായിക്കോട്ടെ വീഡിയോ. ഇതിൽ നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റുന്ന അത്രയും ദൃശ്യങ്ങളും എടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തുനിന്നും കവർ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ എല്ലാ ദൃശ്യങ്ങളും തന്നെ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. വെളുപ്പിന് 4 മണിക്ക് തുടങ്ങിയതാണ് ഗരുഡൻ പുറപ്പാട്. 11 ഗരുഡൻ്റെ ചാട് വലിക്കുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു. അത് ഒറ്റത്തടിയിൽ നിർമ്മിച്ച ഇത് ഭയങ്കര ഒരു ഇത് തന്നെയാണ്. പക്ഷെ അതിൽ പങ്കെടുക്കാനൊന്നും പറ്റിയില്ല. ആ സമയം നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ വീഡിയോ കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ ചേർത്തിൻ്റെ വീഡിയോ കുറച്ചാണ് ചെറിയൊരു ഭാഗം ഇതിലൂടെയും ചേർത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണെന്ന് തോന്നുന്നല്ലേ. പക്ഷെ തലയിലിരിക്കുന്ന കുടം താഴെ പോകാണ്ട് ഓരോരുത്തർ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. ചെറിയ കുട്ടികൾ വരെയുണ്ട്. ഇതൊരു ദൈവങ്ങളുടെ രൂപങ്ങളാണ് കേട്ടോ. ക്ഷേത്രങ്ങളുടെ രൂപം. എത്ര കഷ്ടപ്പെട്ടുണ്ടാവില്ല ഈ രൂപങ്ങളൊക്കെ നിർമ്മിച്ചെടുക്കാനായിട്ട്. ഇന്നും ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്നവരുണ്ട് എന്നുള്ളതായിരുന്നു വലിയൊരു കാര്യമാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് കൂടി അറിയില്ല.
എന്ത് കണ്ടാലും അതിലൊക്കെ എന്താണ് കുറ്റം കണ്ടുപിടിക്കാൻ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നല്ലേ. മിക്കവാറും ഇതൊക്കെ ഇനി കാലഘട്ടത്തിൽ പോയുള്ളൂ. ഇത്തരം കാഴ്ചകളൊന്നും നമ്മുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒന്നും ഇനി കാണാൻ പോലും സാധിക്കും എന്ന് തോന്നുന്നില്ല. ഇതാണ് ഗരുഡൻ്റെ 11 ഗരുഡൻ്റെ ചാട്. ഇത് ഞാനെടുത്ത വീഡിയോ അല്ല കേട്ടോ, മറ്റൊരാളുടെ വീഡിയോ ആണ്. ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടും പിന്നെ കാണാൻ വേണ്ടിയിട്ടും ചോദിച്ച് വാങ്ങിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്, ക്ഷമിക്കാം.